ഇസ്രായേലിൻ്റെ അവസ്ഥയാകെ മാറുകയാണ്. നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുന്നതിൻ്റെയും അപ്പുറം ഭയാനകരവും ഭീതിപ്പെടുത്തുന്നതുമാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും. അതിൻ്റെ ഏകദേശം ഒരു 5% പോലും യഥാർത്ഥത്തിൽ ഇപ്പോഴും ലോകം അറിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറെക്കുറെ 100,000-ത്തിലധികം ഇസ്രായേലിയർ ഇപ്പോൾ അഭയാർത്ഥികളായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ അഭയാർത്ഥി പ്രവാഹം മുസ്ലിം പട്ടണങ്ങളിലേക്കും മുസ്ലിം ഗ്രാമങ്ങളിലേക്കുമാണ് ഇപ്പം നടക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ കാര്യം, സുരക്ഷിത ഇടം തേടിയിട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിയർ അഭയാർത്ഥികളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഏരിയകളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആകെ ഇസ്രായേലിലേക്കുള്ള ഏകൊരു ആശ്വാസം. ആ ഏരിയ എങ്കിലും സുരക്ഷിതത്വമുണ്ട്. അതല്ലാത്ത സർവ്വ മേഖലയും അടിച്ചു പൊളിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിരിയത്ത് ഷമോണ എന്ന് പറയുന്ന 2 പട്ടണങ്ങളിൽ മുഴുവൻ ആളുകളെയും ഇസ്രായേൽ സർക്കാർ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു തരത്തിലും സുരക്ഷിതത്വമില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ലെബനാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാഗമാണ്. അവിടെ നിന്ന് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഈ ഇറാൻ എങ്ങനെ ചെയ്യുന്നോ സമാനമായ രീതിയിലാണ് ലെബനാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടത്തുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. നമുക്ക് നോക്കാം മുസ്ലിം ഏരിയകളുള്ള നഗരങ്ങൾ ഏതാണ്, ഏതൊക്കെയാണ് അവിടെ സുരക്ഷിതത്വമുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശം എന്നെല്ലാം. നസ്രത്ത് എന്ന് പറയുന്ന ഭാഗം അത് മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഏരിയയാണ്. പിന്നെയുള്ളത് ഉമ്മുൽ ഫഹം എന്ന് പറയുന്ന ജോർദാൻ്റെ അതിർത്തിയോടുള്ള ഭാഗം, അത് ജോർദാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതുമാണ്. റഹത്ത് എന്ന് പറയുന്ന നെഗേവ് മരുഭൂമിയോട് ചേർന്നുള്ള പ്രദേശം, അതൊരു ഗ്രാമീണ മേഖലയാണ്. നസ്രത്ത് എന്ന് പറയുന്ന പട്ടണമാണ്, ഉമ്മുൽ ഫഹം എന്ന് പറയുന്ന പട്ടണമാണ്. റഹത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ മേഖലയാണ്. അവിടെയാണ്, ഈ മേഖലയിലാണ് ബഡൂയൻ മുസ്ലിം നഗരം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യ ഘട്ടത്തിലൊക്കെ ഇതിനെ ഗ്രാമം എന്ന് പറഞ്ഞു, പിന്നീട് അത് പട്ടണമായിട്ട് മാറി. അപ്പോൾ അവിടെ ഏറ്റവും ശക്തരായിരിക്കുന്ന ഒരു വിഭാഗമാണ്, ഒരു ഗോത്ര വിഭാഗമാണ് ബഡൂയൻ എന്ന് പറയുന്ന വിഭാഗം. അവരവിടെ മുസ്ലിം നഗരം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിലേക്കും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീടുള്ളത് സെക്നിൻ, തെയ്ബി, ജഫ, ടെലവീവിൻ്റെ പടിഞ്ഞാറ് ഭാഗം ചേർന്നുള്ള ഗ്രാമപ്രദേശമാണിത്. ഈ തെയ്ബി എന്ന് പറയുന്നത് ജോർദാൻ്റെ ഭാഗമാണ്. അത് 948 ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. വടക്കൻ ഗലീലി മേഖല, ട്രയാങ്കിൾ ഏരിയ, ഈ മേഖലയിലൊക്കെ അത്യാവശ്യം മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ളതാണ്. 18% ജനസംഖ്യയിലും അവിടെ മുസ്ലിങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടേക്ക് മിസൈൽ ആക്രമണം വരുന്നില്ല, ഇവിടേക്ക് ഇറാൻ ആക്രമിക്കുന്നില്ല. ഏറെക്കുറെ സുരക്ഷിതമായിരിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ഈ പ്രദേശം കാണുന്നു. ഇവിടേക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി ഇസ്രായേലിയർ ഇവരെ ആശ്രയിക്കുന്ന തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2 യുദ്ധങ്ങളാണ് പ്രധാനമായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അവിടെ ഉണ്ടാകുന്നത്. ഒന്ന് 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിൻ്റെ ഉടനെ തന്നെ അവിടെ പിന്നെ യുദ്ധം നടന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ അറേബ്യൻ മേഖലയിലുള്ള അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രദേശത്തിൽ നിന്ന് തങ്ങളുടെ ഭൂപ്രദേശത്തിന് വിസ്താരം കുറവാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന വിഷയം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ഏറ്റുമുട്ടലാകുന്നു, സംഘർഷാവസ്ഥയാവുന്നു. അപ്പോൾ ആയുധങ്ങൾ ആ കാലത്തും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ വെട്ടുകത്തി പോലെയുള്ള, അല്ലെങ്കിൽ ഈ കാരക്ക മരത്തിന് ഈ പനോല വെട്ടുന്ന അത്തരം കത്തി സംവിധാന കാര്യങ്ങളെ, കാരണം അവർ 100% സുരക്ഷിതരാണ് എന്നുള്ളത് അവർ വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അവർ ആരും ആക്രമിക്കാൻ പോകുന്നില്ല. അവർക്കാണെങ്കിൽ മറ്റുള്ളവരുടെ ഭൂമിയോ അല്ലെങ്കിൽ വേറെ എങ്കിലും സ്വത്തുക്കളോ ആവശ്യമില്ല. അതുകൊണ്ട് അവർ സുരക്ഷിതരാണ് എന്ന് അവർ കരുതിയത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാതാവുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രിട്ടൻ ആയുധം നൽകുന്നു. ഈ മേഖലയിൽ 1948 ഈ കാലഘട്ടത്തിൽ തന്നെ ഈ മേഖലയിൽ ഒരുപാട് പ്രദേശം ബ്രിട്ടൻ ഉണ്ടായിരുന്നു. ബ്രിട്ടൻ ഈ പ്രദേശം ഉണ്ടാവാനുള്ള കാര്യം എന്ന് പറയുന്നത്, അത് തുർക്കിയുടെ 1-ാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടുകൂടി മുസ്ലിം ഏരിയയുള്ള പ്രദേശം ഏറെക്കുറെയൊക്കെ കൈയടക്കി വെക്കുന്ന ഒരു പ്രവൃത്തി ബ്രിട്ടൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടൻ്റെ കൈവശത്തിലുള്ള ഭൂപ്രദേശത്തിലേക്കും ഇവർ നുഴഞ്ഞു കയറുകയോ അല്ല ആക്രമിച്ച് കയറുകയോ ചെയ്തു. പിന്നെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ നിലനിൽക്കുക എന്നുള്ള അവരുടെ ആവശ്യമായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, അവരെതിർത്തൊന്നുമില്ല. അവരാ ഭൂപ്രദേശം പിന്നെ വിട്ടുകൊടുത്ത് കഴിയുന്നതോടനുബന്ധിച്ച് പിന്നെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കയറി. അങ്ങനെ ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും പല മേഖലയൊക്കെ പിടിച്ചെടുത്ത കാര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജെറുസലേം, ടെല്ലവീവ്, ഹൈഫ, വളരെ പ്രധാനപ്പെട്ട 3 നഗരങ്ങൾ. അവരുടെ സാമ്പത്തിക സ്രോതസ് നിശ്ചയിക്കുന്ന മേഖലയാണ് ഈ പറയപ്പെട്ടത്. ഇവിടെ നിന്ന് ആളുകൾ കുത്തൊഴിഞ്ഞു പോകുന്ന തരത്തിലാണ്.
ഈ തെല്ലവീവ് എന്ന് പറഞ്ഞാൽ തലസ്ഥാന നഗരിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ VVIPകൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആളുകൾ, ഏറ്റവും വ്യവസായികൾ, സമ്പന്നർ, ഇവരൊക്കെ അടഞ്ഞുകൂടുന്ന താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ പറയപ്പെട്ട തെല്ലവീവ് എന്ന് പറയുന്നത്. അവിടെ എവിടെയും സുരക്ഷിതമില്ല എന്നുള്ളതാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ചില ഒരു ഗ്രാമീണ മേഖല ഒഴിച്ചാൽ, അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊന്നും സുരക്ഷിതം. ആ മേഖലയിൽ അത്യാവശ്യം മുസ്ലിങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ളത്. ആ മേഖല ഒഴിച്ച് ബാക്കിയെല്ലാം വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം ഇസ്രായേൽ ഇപ്പോൾ കാര്യമായിട്ടുള്ളത്, സർക്കാരും സൈന്യവും രണ്ട് തരത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല സൈനികരുള്ളത് എന്ന തരത്തിൽ. കാര്യം എന്ന് പറഞ്ഞാൽ സൈന്യം പറയുന്ന അതേ കാര്യങ്ങളും അതേ പ്രവർത്തനങ്ങളും അപ്പാടെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഗവൺമെൻറ് സർക്കാരിനോട് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇസ്രായേലിൻ്റെ സൈന്യം തന്നെ പല ഘട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവരെ കീഴടക്കാൻ കഴിയില്ല. അവിടെ ആഭ്യന്തര സുരക്ഷ ഭയങ്കരമാണ്. അവർ ഒളിപ്പോർ യുദ്ധമാണ് നടത്തുന്നത്, നേർക്കുനേരെ യുദ്ധമൊന്നുമല്ല. എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല. അവരുമായിട്ട് നമ്മുടെ സൈനികർ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല. കുറേ യുദ്ധം അങ്ങോട്ട് ചെയ്യുക, ആൾക്കാരെ കൊല്ലുക എന്നല്ലാതെ. അങ്ങനെ തന്നെയാണ് ഫലം. ഇപ്പോഴും കീഴടങ്ങിയിട്ടില്ല. ഇപ്പോൾ സർവ്വ മേഖലയിലും ഹമാസ് പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണ് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ കൃത്യമായ രീതിയിൽ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. നമ്മൾ ആക്രമണം വളരെ എളുപ്പമാണ്, തിരിച്ചടി ഏത് തരത്തിലുണ്ടാവുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചത് വാശിക്ക് വാശി ഇറാനെ കീമേൽ മറച്ച് തള്ളിയിട്ടതിന് ശേഷം സർവാധിപത്യം ഉണ്ടായി, മിഡിൽ ഈസ്റ്റിൽ തങ്ങളാണ് ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് ലോകത്തിന് മുമ്പ് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അഭിമാന പ്രശ്നമാണ് എന്ന തരത്തിലായിരുന്നു അന്ന് നെതന്യാഹുവിൻ്റെ ഒക്കെ മറുപടി. അതിൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ശമ്പളക്കാരാണ് എന്നതിനാൽ അവർക്ക് എതിർത്ത് നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ആ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് നമ്മുടെ നാടോടിക്കാറ്റിലെ അതേ അവസ്ഥയാണ്. തിലകം പറയുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരിടത്തും രക്ഷയില്ല, എല്ലാം അവർ കണ്ടെത്തിയിരിക്കുന്നു. രഹസ്യ CIDമാർ പോലും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇനി ബോംബെയിൽ നിന്ന് പവനായെ വിളിക്കുക മാത്രമാണ് രക്ഷ. അതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്. പിൽക്കാലത്തൊക്കെ അതിന് സമാനമായിരിക്കുന്ന പല രാഷ്ട്രീയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പവനായി വന്നതിന് ശേഷം പവനായെയും ഈ പറയപ്പെട്ട CIDകൾ കൊന്നു. അപ്പോൾ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, എന്തൊക്കെ ബഹളായിരുന്നു, മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, തോക്ക്, ഉണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ശവമായി എന്ന് പറയുന്നൊരു ഡയലോഗ്. സമാനമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഉണ്ടെങ്കിൽ അമേരിക്കയെ വിളിക്കാം, അല്ലെങ്കിൽ അമേരിക്ക വരും. അമേരിക്ക നിയൽപ്പറ്റി ജീവിക്കുന്ന, ഇസ്രായേലിൻ്റെ നിയൽപ്പറ്റി ജീവിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വെളിപ്പാടകലെ അവരുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ വരും. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധത്തിൽ തങ്ങൾ പരാജയപ്പെട്ടു 100% ഉറപ്പായ സമയത്ത് പിന്നീട് അമേരിക്കയാണ് ഇറാൻ ആക്രമിക്കുന്നത്. അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആണവായുധമാണ് ലക്ഷ്യം വെച്ചത്. സൈനിക മേഖല ഇസ്രായേലാണ് ലക്ഷ്യം വെച്ചത്. അപ്പോൾ ആണവായുധ മേഖല അപ്പോൾ അവിടെ തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് B-2 ബോംബർ വിമാനം വന്നിട്ടാണ് അവിടെ ബങ്കർ ബസ്റ്റർ ബോംബിട്ട് കഴിഞ്ഞിട്ട് പോയത്. അപ്പോൾ അവർ അവനായി വന്നു, ഇപ്പോഴും അവനായി വന്നു. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർക്ക് പോലും ഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക്, അമേരിക്കക്ക് പോലും നിലനിൽപ്പിന് വേണ്ടി പ്രയാസപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 5 നഗരങ്ങൾ അപ്പാടെ തകർന്നു എന്നുള്ളതാണ്. ആ നഗരത്തിൽ ഇപ്പോൾ തെല്ലവീവ്, ജെറുസലേം, ഹൈഫ പോലെയുള്ള നഗരങ്ങളാണ് പറയുന്നത്. പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ കാര്യത്തെപ്പറ്റി കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. കൂട്ടമരണങ്ങളും കൂട്ടപലായനങ്ങളും ഇസ്രായേൽ നഗരത്തിൽ നിത്യകാഴ്ചയായി മാറിയിരിക്കുന്നു. ബങ്കറുകളിൽ മൃതദേഹങ്ങൾ കുന്നുകൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബങ്കറുകൾ സ്ഥാപിക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ അടിയിലാണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മേലെ ഇറാൻ തകർത്ത് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്ത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാവും. മാത്രമല്ല എല്ലാ ബങ്കറുകളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ബങ്കറുകളില്ലാത്തൊരു പ്രയാസം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ എണ്ണപ്പെട്ട ഈ നസ്രത്ത് പോലെയുള്ള ഉമ്മുൽ ഫഹം പോലെയുള്ള ഈ നഗര ഗ്രാമപ്രദേശങ്ങളിൽ ബങ്കറുകൾ വളരെ കുറവാണ്. മുസ്ലിം ഏരിയകളിൽ ബങ്കർ ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേൽ സർക്കാർ ചെയ്തിട്ടില്ല, കാര്യമായിട്ട് ചെയ്തിട്ട്. 30% ബങ്കറുകൾ ഇല്ലാത്ത നഗരങ്ങൾ ഇസ്രായേൽ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ 30% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയകളോ മുസ്ലിങ്ങളുള്ള ഏരിയകളോ ആയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അവിടെ ബങ്കറുകൾ സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പുറത്തു പോകാറില്ല, അവരെ നേരെ മറ്റുള്ള ആക്രമിക്കാറില്ല. അപ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഏരിയകളും കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞ സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ റൂട്ടിലൂടെയാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് പറയുന്നത് കേൾക്കുന്നില്ല. ഗവൺമെൻറ് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയില്ല.
അപ്പോൾ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ആ തോന്നുന്ന രീതിയിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, സൈനികരുമുണ്ട്, സൈനിക സംവിധാനങ്ങളുണ്ട്, ടാങ്കുകളുണ്ട്. അത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആ പറഞ്ഞത്. പിന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നഗരപ്രാന്ത പ്രദേശങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ മിസൈൽ ആക്രമിക്കാൻ വേണ്ടി പറ്റുക ഉയർന്ന ബിൽഡിംഗ് ആണ്. ഉയർന്ന ബിൽഡിംഗ് ആ സമയത്ത് കറക്റ്റായിട്ട് വിട്ടാൽ മതി. താഴ്ന്ന ബിൽഡിങ്ങിലേക്ക് തന്നെ കുത്തിമറിഞ്ഞ് വീഴണം. അപ്പോൾ ഉയർന്ന ബിൽഡിംഗ് ലക്ഷ്യം വെച്ചുകൊണ്ട് അപ്പാടെ ഇടിച്ചു നിരത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്കിതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.